واتقوا يوما ترجعون. എടാ ചെറുപ്പക്കാരാ, പടച്ചവനിലേക്ക് മടങ്ങേണ്ടി വരുന്നതാടാ. നീ മരിക്കുമെടാ. ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത ചങ്ങാതിമാരെ, നീ മരിക്കേണ്ടതാടാ. നീ മരിക്കുന്നതാടാ, റബ്ബിലേക്ക് മടങ്ങുന്നതാടാ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഉസ്മാൻ തങ്ങള് ഒന്നാമത്തെ സ്വഭാവത്തിന്റെ ഗുണമേതാ? ലജ്ജയാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമുക്കിന്ന് ലജ്ജയില്ല. ചിലപ്പോ നിസ്കാരത്തിൽ നമുക്കുണ്ടാവും, പക്ഷെ പോക്കറ്റിൽ ലോട്ടറി ഇട്ടിട്ട് ആ ചങ്ങാതി നിസ്കരിക്കാൻ വരണേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എടാ 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കണവരാ. 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കുന്നവരാ. ഇനി നാളെ ക്ലിപ്പാക്കുന്ന ആക്കി കുഴപ്പമൊന്നുമില്ല. 95%. കാരണം എന്തേ? 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 10 കോടി, 50 കോടി, 100 കോടിയൊക്കെ അടിക്കുമ്പോഴേ പത്രത്തിൽ ഫോട്ടോ വരും. 2000 രൂപ അടിച്ചാൽ ലോട്ടറിയുടെ വരുവോ? ഫോട്ടോ വരുവോ? ഇല്ല. 10,000 അടിച്ചാൽ വരുവോ? ഇല്ല. 50,000 അടിച്ചാൽ വരുവോ? ഇല്ല. 1 ലക്ഷം അടിച്ചാൽ വരുവോ? ഇല്ല. 5 ലക്ഷം 10 അടിച്ചാലേ വരത്തുള്ളൂ. ഇപ്പൊ ചില ചങ്ങാതിമാരുണ്ട്, ചില ചങ്ങാതിമാർക്ക് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് അറിയാം. അല്ലെ, ഈ ചില ലോട്ടറി ഇങ്ങനെ കട്ടിക്ക് കിട്ടുന്ന ലോട്ടറി ഉണ്ട്. ഒരു സെറ്റിൽ തന്നെ 10-20 സെറ്റ് കിട്ടുന്ന ഒരു ലോട്ടറി ഉണ്ട്. ഈ ലോട്ടറിക്ക് ചെറിയ ട്രിക്ക് ഉണ്ടെന്ന് ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു ചങ്ങാതി എന്നോട് പറയാ, ഉസ്താദ് ഇതെടുക്കുന്നതിന് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ഓൻ എന്നെ പഠിപ്പിച്ചുക. എന്താ പറയുന്നത്? ഉസ്താദ് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് ഉണ്ട്. സ്ഥിരമെടുക്കുന്നവരാണെങ്കിൽ ഇതിനൊരു നമ്പർ ഉണ്ട്. ഈ നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കും. ചില ചങ്ങാതിമാരെന്ത് ചെയ്യും? ഒരു കെട്ടിന് പോയിട്ട് ലോട്ടറി എടുക്കും. അപ്പൊ 2000, 3000, 4000, 10,000 ഒക്കെ ഡെയിലി ലോട്ടറി അടിക്കുന്ന ചില മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പത്രത്തിൽ വന്നാലേ നമുക്ക് നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നാലേ നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നില്ലെങ്കിൽ ആരെങ്കിലും അറിയൂല. അണ്ട് പള്ളിക്ക് സ്വതക്ക. ഓ, കളത്തൂര് ജാറത്തില് ഉറൂസിന് എന്റെ വക 5000 റുപ്യ ലോട്ടറി അടിച്ച പൈസ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പൊ ഞാനിപ്പോ കൊല്ലത്താണ് ഞാൻ ജോലി ചെയ്യണം. അപ്പൊ ഒരു ദിവസം കൊല്ലത്ത് ജുമാക്ക് ചെന്നപ്പോ ഒരാളെന്നെ ഇങ്ങനെ വിളിക്കാൻ വന്നു. എന്നെ പള്ളിയിൽ ദുആരക്കാൻ വേണ്ടി വിളിക്കാൻ വന്നു. നല്ല കോടികളുടെ വണ്ടിയിലൊക്കെ വിളിക്കാൻ വന്നത്. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പോ ആ ചങ്ങാതിയുടെ വണ്ടിക്ക് എണ്ണ തീരാനായി. അപ്പൊ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി നിന്നപ്പോ ഈ ചങ്ങാതി എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഒന്ന് തുറന്നു നോക്കി. വണ്ടിയുടെ മുമ്പിലുള്ള ഡാഷ്ബോർഡ് ഒന്ന് തുറന്നു നോക്കി. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ 5 വക്തിന് നിസ്കരിക്കാൻ പറഞ്ഞ ചങ്ങാതി നിസ്കാരത്തഴം ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുക. ആ ചങ്ങാതിയുടെ ഡാഷ്ബോർഡിൽ എന്താ കിടക്കണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഒരു ഓണം മെമ്പറാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പോക്കറ്റും തപ്പിയാ കിട്ടൂലേ? ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കണ സമയത്ത് ഒരു താത്ത ബർദ ഇട്ടിട്ട് വന്ന് ലോട്ടറി എടുക്കുമെന്നാണ്. ഇല്ലാതെ ബർദ ഇട്ടിട്ട് ഒരു കയ്യിൽ ഒരു കുട്ടിയുണ്ട്, ഒരു കയ്യിൽ വേറൊരു കുട്ടിയുണ്ട്. ഈ 2 കുട്ടിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ലോട്ടറിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയാ, നല്ലൊരു ലോട്ടറി നോക്കി കൊടുക്കാൻ. ബർദ ഇട്ട താത്ത. നമ്മളെ ആലോചിച്ചൊക്കെ ലജ്ജ വേണ്ടേ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അഥവാ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചില ആളുകളുണ്ട് പള്ളിയിൽ, ഉസ്താദ് ഇനി ഇപ്പൊ എന്തു പറയും നിസ്കരിച്ചില്ലെങ്കിൽ? അല്ലെ, റമദാനിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? റമദാൻ 1 ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കടന്നു വരും. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞാൽ മാർച്ച് 23, 24 ആകുമ്പോൾ റമദാനാ. അന്നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി, പള്ളിയിൽ അന്ന് വരെ കാണാത്ത ചില ചങ്ങാതിമാര് പള്ളിയിൽ വന്നിട്ട് ഭയങ്കര ഭരണമായിരിക്കും. പള്ളിയിൽ വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴത്തിന് കുരു ഇല്ലെങ്കിൽ സെക്രട്ടറിക്കും വിളിച്ചിട്ട്, സെക്രട്ടറിയുടെ വാപ്പാക്കും വിളിച്ചിട്ട് എന്ത് ചെയ്യും? പോണതാ. അല്ലാഹു ഈമാൻ. പെരുന്നാൾ കഴിയുമ്പോൾ ഉസ്താദിന് ഒരു കെട്ടിപ്പിടുത്ത, ഉസ്താദേ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന് കാണാൻ ഒരു പോക്കാ ചങ്ങാതി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, റമദാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഖത്തീബന്മാരാരാ? ഇപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ഉസ്താദുമാർ ഇരിക്കുന്നുണ്ട്. അതിൽ ഹാഫിളീങ്ങളുണ്ട്, ഹാഫിളീങ്ങൾ അല്ലാത്തവരുണ്ട്. റമദാനിൽ ഏറ്റവും കൂടുതൽ ഉസ്താദുമാർക്ക് ഫാൻസ് ഉള്ള ഖത്തീബന്മാരാരെന്നറിയോ? ഹദീസല്ല, ഖുർആനൊന്നുമല്ല. ഇത് ഞാൻ തന്നെ പറയാ. ഇത് ഞാൻ മാത്രമല്ല, പല ആളുകൾക്ക് അറിയാവുന്ന കാര്യം. ആരാ? നമ്മുടെ പള്ളിയില് അലം തറ തൊട്ട് കുല്ല ഊദു ബി റബ്ബിന്നാസ് ഏത് പള്ളിയിലാ ഓതുന്നത്, ആ പള്ളിയിൽ ഉസ്താദുമാർക്ക് ഭയങ്കര ഫാൻസ് ആയിരിക്കും. അല്ലെ, റമദാനില് ഏത് പള്ളിയിലാണ് ഉസ്താദുമാര് അലം തറ തൊട്ട് കുല്ല ഊദു ബി റബ്ബിന്നാസ് തറാവീഹിൽ ഓതുന്നത്? പെട്ടെന്ന് അടിച്ച് തീർക്കുക. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തറാവീഹ് തീർത്താൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകുക. നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ പള്ളിയിൽ ഇപ്പൊ ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല, ഖത്മ് തീർക്കൽ ഇവിടെ ഉണ്ടോ? ഖത്മ് തീർക്കല് റമദാനിന് പുറത്തുനിന്ന് ഒരു ഹാഫിദിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഖുർആൻ മുഴുവൻ ഖത്മ് തീർക്കും.
അല്ലോ വേണ്ട ഇല്ലെങ്കിൽ ഇവിടെ തുടങ്ങണ്ട, വെറുതെ എന്തിനാ ചെറുപ്പക്കാരൻ നിസ്കരിക്കാതിരിക്കണേ. ഇപ്പോ കൊല്ലം ജില്ലയിലൊക്കെ പോയി ആലപ്പുഴ വിട്ട് കൊല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മുഴുവനും അതാ. ചില കമ്മിറ്റിക്കാര് റമദാൻ എന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ്, ഖുർആൻ മുഴുവൻ ഖത്മ് തീർക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹാഫിളീങ്ങൾ ഇങ്ങോട്ട് ഇറക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ വെറുതെ ആളുകളെ വെറുതെ? കാരണം ആ നാട്ടിലെ ചെറുപ്പക്കാരൻ പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വരൂല. പണ്ട് തൊട്ട് തുടങ്ങി വെച്ചതാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇടക്ക് വെച്ച് വെറുതെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർക്ക, പെട്ടെന്ന് പോവാ. അതാണ് ചെറുപ്പക്കാര്, പെട്ടെന്ന് കഴിയാ പെട്ടെന്ന് പോവാ. അതാണ് ചെറുപ്പക്കാരൻ നീ പള്ളിയിൽ പിന്നെ വരൂല, പാടില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ നിസ്കരിക്കണം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. അല്ലാതെ പിന്നെ വലിയ സൂറത്ത് ഓതാൻ വേണ്ടി പുറത്ത് ബറക്കത്താണ് ഇല്ലെന്നല്ല, പ്രതിഫലമുണ്ട് ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളത് മാറ്റിവെക്കണത് തന്നെ നല്ലത്. ചില പള്ളിയിലൊക്കെ ഇങ്ങനെ ഖത്മ് ഓതാൻ നിൽക്കുമ്പോ ആരാ പുറയിൽ നിൽക്കണത്? ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തു നിൽക്കണ കുറെ ഉപ്പമാരുണ്ടാവും, അവരായിരിക്കും നിൽക്കണത് പുറയില്. ഒരു ചെറുപ്പക്കാരനുണ്ടാവൂല, ആവതുള്ള ഒരു ചങ്ങാതി ഉണ്ടാവൂല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള ഉസ്മാൻ തങ്ങളുടെ ഒറ്റ കാരണം, ഒന്നാമത്തെ കാരണം ലജ്ജയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്. വത്തഖൂ യൗമൻ തുർജഊൻ, ഏത് സമയത്തും റബ്ബിലേക്ക് നീ മടങ്ങി ചെല്ലും. നീ എത്ര ടൈറ്റുള്ള ബർദ് ധരിച്ചാലും നീ ചില ചങ്ങാതിമാരുണ്ട് സുബ്ഹാനല്ലാഹ്, തൊളയുള്ള പാന്റ്. അങ്ങനെ തൊളയുള്ള പാന്റ്, വാപ്പാക്ക് വീട്ടിൽ ദാരിദ്ര്യ, വാപ്പാക്ക് വീട്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് തൊളയുള്ള പാന്റാ ചില ചങ്ങാതിമാര് മേടിച്ചിടണത്. പിന്നെ ചില ആൾക്കാർക്ക് പൈസ കൂടിയതാ പ്രശ്നം. തലയിലൊക്കെ ഇങ്ങനെ പെയിന്റ്, ഇവിടെ മഞ്ഞ, ഇവിടെ ചുവപ്പ്, ഇവിടെ നീല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഇപ്പൊ ഫുട്ബോൾ കളിയല്ലേ, സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു കുറെ ഫ്ലക്സും കുറെ കട്ടൗട്ടൊക്കെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് ഇങ്ങോട്ട് വരുമ്പോ മേൽപ്പറം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ 50,000 രൂപയുടെ റൊണാൾഡോയുടെ കട്ടൗട്ട് ഇങ്ങനെ വെച്ചിരിക്കുക ചങ്ങാതിമാർ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കളത്തൂര് ജാറത്തിന്റെ പ്രിയപ്പെട്ട പരിപാലകര്, ഇവരിതിന്റെ പിരിവും മറ്റൊക്കെ ആയിട്ട് ഇവരൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ. 25-23 വയസ്സുള്ള ഒരു ചങ്ങാതി എടുത്ത് എന്നിട്ട് ചോദിക്കുക, കുറച്ച് പൈസ തരണം, എന്തെങ്കിലുമൊക്കെ തരണം, നമ്മുടെ ഉറൂസിന് വേണ്ടി. അല്ല, ഇവിടെ ഒരു ബിൽഡിംഗ് കിട്ടുന്നു പറഞ്ഞു, 10-55 ലക്ഷം രൂപ വേണം, എന്തെങ്കിലും തരാൻ കഴിയോ? അപ്പൊ എല്ലാരും പറയണം, എന്താ, പണിയില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പെടുന്നവരല്ലേ, ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ പഠിക്കണവരല്ലേ എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ മെസ്സിയുടെ കട്ടൗട്ട് വെക്കാനായിട്ട് ആ ചങ്ങാതിയാണ് വീട്ടിൽ ഉമ്മാടെ താലിമാല കൊണ്ട് വിറ്റിട്ട് 5,000-10,000 കൊടുത്തിരിക്കണത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വെറുതെ പറയണതാ. പള്ളി കൊടുക്കാൻ ചങ്ങാതിയുടെ പൈസ ഇല്ല, ഫ്ലക്സ് അടിക്കാൻ പൈസ ഉണ്ട്, കട്ടൗട്ട് വെക്കാനും പൈസ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്ന് ലജ്ജയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഉസ്മാൻ തങ്ങൾ സ്വർഗ്ഗമെന്ന് പറയുന്ന പ്രതിഫലത്തിലേക്ക് കടക്കാനുള്ള രണ്ടാമത്തെ കാരണമെന്താ? ഉസ്മാൻ തങ്ങൾ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാ. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാ. ആരാണ് ഉസ്മാൻ തങ്ങൾ എന്നറിയോ? ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങൾ നടക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഖബറിന്റെ ചാരികന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുകയാ. എല്ലാവരും വന്നുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉസ്മാനെ നൊമ്പരപ്പെടുന്നത്? എന്തിനാണ് ഉസ്മാനെ കരയുന്നത്? എന്തിനാണ് ഉസ്മാനെ വിഷമിക്കുന്നത്? എന്തിനാണ് ഉസ്മാനെ? ഉസ്മാൻ തങ്ങൾ ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരയുമ്പോ അവിടെ കൂടുന്ന ആളുകൾ അതാ ചോദിക്കുകയാണ്, എന്തിനാണ് ഉസ്മാനെ നീ കരയുന്നത്? എന്തിനാ? സ്വർഗം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. ഉടൻ തന്നെ ഉസ്മാൻ തങ്ങള് പറയുകയാ, സഹാബാ, എവിടെ ചെന്നാലും എന്റെ കൂടെ നിങ്ങളെല്ലാവരും വരുമല്ലോ. പള്ളിയിൽ പോയാൽ നിങ്ങൾ എന്റെ കൂടെ വരുമല്ലോ, വീട്ടിലേക്ക് പോയാൽ എന്റെ കൂടെ വരുമല്ലോ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ എന്റെ കൂടെ വരുമല്ലോ. എന്നാൽ ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് പോയി കിടക്കുമ്പോ ആരും എന്റെ കൂടെ വരൂല, എന്റെ കൂട്ടുകാര് വരൂല, എന്റെ കുടുംബാദികൾ വരൂല. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവര്, ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമില്ലാത്തവര് സങ്കടപ്പെടണ്ട. നിങ്ങളുടെ യഥാർത്ഥ ഭവനമേതോ? ഖബറാണ് ചെറുപ്പക്കാരാ.
എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ. അസ്രായീല് കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമല്ലോ. പടച്ചവരെ, നീ അതാ കേടുകൊണ്ട് അസ്രായീലിനോട് പറയുകയാണ്, അസ്രായീല് ഒരു സെക്കൻഡ് തന്നാൽ, ഒരു മിനിറ്റ് തന്നാൽ, ഒരു മണിക്കൂർ തന്നാൽ, ഒരു ദിവസം തന്നാൽ പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാമെന്ന് പറയുമ്പോ ഈ കളത്തൂരിന്റെ പ്രദേശത്തൂടെ ഫിത്ന ഉണ്ടാക്കിയവര്, കള്ളു കുടിച്ചവര്, ഹറാം ചെയ്തവര്, തിന്മകൾ ചെയ്തവര്, ലഹരി ഉപയോഗിച്ചവര് അസ്രായീലിനോട് കേടുകൊണ്ട് പറയുമ്പോ അസ്രായീൽ പറയുന്നത്, വേണ്ടടോ വേണ്ടടോ, നിനക്കെന്നെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് അസ്രായീല് പോവുകയോ. പടച്ചവരെ, രാവിലെയാകുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കള് വന്നുകൊണ്ട് നിന്നെ അതാ വിളിക്കുകയാണ്, ഉമ്മാ വിശക്കുന്നു, ഉമ്മാ ദാഹിക്കുന്നു, ഉമ്മാ വിശക്കുന്നു ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് എണ്ണീക്കാൻ കഴിയുന്നില്ല. നീ അതാ അനങ്ങാൻ കഴിയാതെ നിന്റെ വീടിന്റെ ഉള്ളറയില് കിടക്കുകയോ. നിന്റെ പ്രിയപ്പെട്ട മക്കളതാ കരയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും അതോ കരയുകയോ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിന്റെ പ്രിയമുള്ളവര് പള്ളിയിലെ ബൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്ക് ആളുകൾ, എന്നെ പ്രിയപ്പെട്ടവര് ഒഴുകി വരികയാണ്. ആളുകൾ ഇങ്ങനെ ഒഴുകി വരുമ്പോ ആരോ വന്നുകൊണ്ട് നിന്നെ അത് കുളിപ്പിക്കുകയാ. പള്ളിയിലെ ഉസ്താദ് കടന്നു വരികയാണ്. എന്നിട്ടതോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് കഫം പുടവ എന്നെ പ്രിയമുള്ളവരെ കെട്ടുകയാണ്. എന്നിട്ടതോ കളത്തൂരിന്റെ പ്രദേശത്തൂടെ ബെൻസിൽ സഞ്ചരിച്ചവര്, BMW സഞ്ചരിച്ചവര്, സൈക്കിളിൽ സഞ്ചരിച്ചവര്, ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവര്, യഥാർത്ഥ വാഹനമേതോ അല്ലാഹുവേ, നാലുകാലുള്ള സന്തൂക്കുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ മുല്ലപ്പൂ ധരിച്ചുകൊണ്ട് തയ്യാറാവുകയോ. അതിലേക്ക് നിന്നെ അതാ കയറ്റി വെക്കുകയാണ്. എന്നിട്ടതാ മയ്യത്ത് കട്ടിലിന്റെ 4 കാലുകളില് നിന്റെ മക്കളതോ പിടിക്കുകയോ. നീ അതാ കേണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പേടിയാടാ, കബറ് ഭയമാടാ, ആ കബറ് കാണുമ്പോ പേടിയാടാ. കബറിന്റെ അകത്ത് ഉമ്മിച്ച ഒറ്റക്കാടാ, കബറിന്റെ അകത്ത് ഉപ്പ ഒറ്റക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ആ മക്കളുണ്ടല്ലോ മൈൻഡ് ചെയ്യുന്നില്ല. അവരെന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത ഖബറിലേക്ക് കൊണ്ടുവെക്കുകയാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുന്നത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതോ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മളമ സുബ്ഹാനാ, റബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. എന്നെ പ്രിയമുള്ളവര് ഉസ്മാൻ തങ്ങള് പറയുമ്പോ, ഉസ്മാൻ തങ്ങള് ഖബർ കാണുമ്പോ കരഞ്ഞതേ ആ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടത് കൊണ്ടാണ്. ഒരു കൂട്ടുകാരും കടന്നു വരൂല. കളത്തൂരിന്റെ പരിസരത്തന്നെ പ്രിയമുള്ളവര് ഒരുപാട് കൂട്ടുകെട്ടുള്ള ചെറുപ്പക്കാരാ. യഥാർത്ഥ കൂട്ടുകാരനോരോ എടാ, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാര വന്നിട്ട് എന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണല്ലോ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയുന്ന കൂട്ടുകാരനാ, നന്മ ചെയ്യുന്ന കൂട്ടുകാരനാ. ഹറാമ് ചെയ്യുന്ന കൂട്ടുകാരൻ എന്നെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട കൂട്ടുകാരെങ്ങനത്തതോ നന്മ ചെയ്യുന്നവരാ. ഖബറിന്റെ
അകത്ത് ആരും ഉണ്ടാകൂല, ഞാൻ ഒറ്റയ്ക്ക് ആ ഖബറിന്റെ അകത്ത്. പണക്കാട് മുഖ്താർ അലി തങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പം പറയും ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന് ഇൻഷാ അല്ലാഹ് ഉടനെ ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉസ്മാൻ തങ്ങൾ പറയാ, ഈ ഖബറിന്റെ ഉള്ളറയില് ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കേണ്ടത്, എനിക്ക് റബ്ബിനെ പേടിയാ എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസമെങ്കിലും നമ്മൾ ആ ഖബർ കണ്ടിട്ട് നമ്മൾ പേടിച്ചിട്ടുണ്ടോ? ഖബർ കണ്ടിട്ട് ആ ഖബറിന്റെ ചാരെ പോയി നിന്നിട്ട് ഞാൻ നിങ്ങളും ഒരു ദിവസം ഒരു തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ചിരിക്കാൻ പാടില്ലാത്ത 3 സ്ഥലങ്ങളുണ്ടെന്നാ, ചിരിക്കാൻ പാടില്ലാത്ത 12 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രബലമായ അഭിപ്രായത്തിൽ 3 സ്ഥലങ്ങളുണ്ട് ചിരിക്കാൻ പാടില്ലാത്ത 3 സ്ഥലങ്ങൾ. അതിലൊന്ന് ഏതെന്നറിയോ? ഖബറിന്റെ ചാര നീ പോയി ചിരിക്കാൻ പാടില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട്, ബക്കറ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്, ബക്കറ്റുമായി നമ്മുടെ പ്രിയപ്പെട്ട പരിപാലകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂടെ ചോദിക്കാം, സ്വർഗത്തിൽ പോണ്ടൊന്ന് കൈവക്കി, ഒന്നും കൂടെ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോണ്ടൊന്ന് കൈവക്കി. എന്നാ പൊക്കിയ കൈയൊക്കെ ഇൻഷാ അല്ലാഹ് പോക്കറ്റിൽ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക അല്ലെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളുടെ ഭാഗത്തും ആണുങ്ങളുടെ ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു കമ്മിറ്റിക്കാർ വരും. അല്ലാഹു കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കൊടുക്കേണ്ടത് മുഴുവനും അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ പറയാ, ഖബർ കണ്ടാൽ എനിക്ക് പേടിയാ, ആ ഖബറിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഖബറടക്കി കഴിഞ്ഞാൽ, ഖബറടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും കേട്ടോ, ഖബറടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്തുണ്ട്, ഖബറടക്കി കഴിയുമ്പോൾ അവിടെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൊടുക്കും ഈ മയ്യത്ത് കൊണ്ടുവന്ന ആളുകൾക്ക്. അതെന്തിനാ? ആ മയ്യത്തിന്റെ പേരിൽ ഒരു ഹദിയ ആ മയ്യത്തടക്കാൻ വന്ന ആളുകൾക്ക് മുഴുവനും കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് ചില ആളുകളുണ്ട്, ആ ഖബറിന്റെ ചാര വന്ന് ഖബറടക്കുക, ആ ചങ്ങാതി ആ സമയത്ത് 3 പിടി മണ്ണിടാൻ ഓന് നേരമില്ല. ഓൻ അപ്പോഴും ചിന്ത എന്താ, ആ വെള്ളം തീരുവോ, ആ ബിസ്ക്കറ്റ് തീരുവോ എന്നുള്ള ചിന്തയാ. ചില ചങ്ങാതിമാരുണ്ട്, പള്ളിക്കാട്ടിൽ ചെല്ലും, എന്നിട്ട് ഏതെങ്കിലും ഒരു ചങ്ങാതി ഫോൺ വിളിച്ച അവിടെ വെച്ചെടുത്തിട്ടാ ഞാൻ എന്റെ ഉപ്പുപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ചില ചങ്ങാതിമാർ അവിടെ നിന്ന് സംസാരിക്കും. പാടില്ല, ആ ഖബറിന്റെ ചാര നിന്ന് ചിരിക്കാൻ പോലും പാടില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ നാട്ടിൽ ഒരു കുഴിവെട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാളെ കൂലിക്ക് വെച്ചിട്ടാ ഖബർ വെട്ടണത്. ചിലപ്പോ ആ ചങ്ങാതി വന്ന് കേൾക്കണുണ്ടാവും. ഞാൻ ഈ ദർസിൽ പഠിക്കുന്ന സമയത്ത് ആ ചങ്ങാതിയാണ് കുഴി വെട്ടണത്. ഒരു ദിവസം പള്ളിയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഖബറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പുക വരുക, ഇങ്ങനെ വരുക. അപ്പൊ നമ്മൾ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട്, ഉസ്താദെ ഖബറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പള്ളിക്കാട്ടിലേക്ക് നോക്കുമ്പോ ചങ്ങാതി എന്താണ്, നല്ല വിൽസ് ഇങ്ങനെ ഖബറിന്റെ അകത്തുനിന്ന് ചങ്ങാതി വരിക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുക. ഖബർ വെട്ടുന്നവൻ എന്ത് ഖബർ അല്ലേ, ഖബർ വെട്ടുന്നവൻ എന്ത് ഖബർ. നമ്മക്കല്ലേ ഖബർ എന്ന് പറയുമ്പോ പേടി, പക്ഷെ ഖബർ വെട്ടുന്നവൻ എന്ത് പേടി. ഞാനൊക്കെ എത്ര തവണ കണ്ടിട്ട്, ആ ചങ്ങാതി ഒരു കുഴി തന്നെ രണ്ടാമത് വെട്ടുമ്പോ ചിലപ്പോ തലയോട്ട് കിട്ടും. ആ ചങ്ങാതി തലയോട്ട് ഒരു കുഴപ്പമില്ലാതെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് അപ്പുറത്ത് മാറ്റി കുഴിച്ചിട്ടും. ചിലപ്പോ കയ്യിൽ അസ്ഥി കിട്ടും, ചിലപ്പോ കാലിൽ അസ്ഥി കിട്ടും. ഓർക്ക് പേടിയുണ്ടോ? ഒരു പേടിയില്ല. കൈ വെച്ച് ഇങ്ങനെ എടുത്തിട്ട് തൊട്ടപ്പുറത്തോണ്ട് വെക്കും. അതാ പറഞ്ഞു, ചങ്ങാതി ഖബറിന്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനെ വീഴ്ച ഇങ്ങനെ വലിക്കുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വലിക്കോ? നമ്മളെ നാലിച്ച് നോക്കിയേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കലാണ് ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള രണ്ടാമത്തെ അടയാളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, എനിക്ക് പടച്ചോനെ പേടി വരുന്നില്ല നബിയെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട് നബിയെ, എല്ലാം ചെയ്യുന്നുണ്ട് നബിയെ, പക്ഷെ എനിക്ക് റബ്ബിനെ പേടി വരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഉടൻ തന്നെ പറയുകയാണ്, അതിനുള്ള മാർഗം എന്താ? പടച്ചവനെ പേടി വേണോ? റബ്ബിനെ പേടി വേണോ? അള്ളയെ ഭയം വേണോ? എന്നാൽ ചെയ്യേണ്ടതെന്താ? അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുകയാണ്, സഹാബാ, പള്ളിക്കാടും
ഒന്ന് സന്ദർശിക്കണേ, ഖബറൊന്ന് സന്ദർശിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഇന്ന് ഖബറിലാണ്. 10-50 കൊല്ലമായി ചിലപ്പോ വിട പറഞ്ഞിട്ട്. അല്ലാഹുവേ, ഇന്നും ആ ഖബറിന്റെ ചാരെ പോയി സലാം പറയാൻ നമുക്ക് മടിയാ. ഉളുപ്പില്ലാത്തവനെ, നാണമില്ലാത്തവനെ, ഉമ്മയുടെ ഖബറിന്റെ ചാരെ പോയിട്ട് ഒരു ഫാത്തിഹ പോലും ഓതാത്ത നാണമില്ലാത്ത മോനെ, മോനെ, മാതാവിന്റെ പൊരുത്തമില്ലാതെ, പിതാവിന്റെ പൊരുത്തമില്ലാതെ നീ എങ്ങാനും മരണപ്പെട്ടാൽ നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഉപ്പ മരണപ്പെട്ടിട്ട് 20 കൊല്ലായി, 30 കൊല്ലമായി. അന്ന് പോയതാ ചങ്ങാതി, പിന്നെ ഒരിക്കലും ഖബറിന്റെ ചാരെ പോയിട്ടുണ്ടാവൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ ഒരു ദിവസം, ഒരു 2 വർഷം മുമ്പാ, ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കണ സമയത്ത് ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയി. ഒരു പള്ളിയിൽ ഇങ്ങനെ പോണ സമയത്ത് ഒരാള് വന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനിന്ന് ഗൾഫിൽ പോവാ, എന്റെ ഉപ്പയുടെ ഖബർ ഈ പള്ളിയുടെ തൊട്ട് പറയിലുണ്ട്, നിങ്ങളൊന്നൊന്ന് ദുആ ചെയ്യൂ. ഞാൻ ചോദിച്ചു, അതിനെന്താ ദ്വാരക്കാൻ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ ഞാനും ആ ചങ്ങാതിയും കൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയുടെ ഖബറിന്റെ ചാരി ഇങ്ങനെ ദുആ ചെയ്യാൻ പോവാ. ആ ചങ്ങാതി ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പണത് പോലെ വാപ്പയുടെ ഖബർ തപ്പണത്. ഓൻ അറിയില്ല ഉപ്പയുടെ ഖബർ ഏതാന്ന്. ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നടന്ന്. ഞാൻ ചോദിച്ചാ, ഉപ്പയുടെ ഖബർ എന്തേ? ഞാൻ എത്ര കൊല്ലം ഉപ്പ മരണപ്പെട്ടിട്ട്? ഉസ്താദ് 23 കൊല്ലമായി എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട്. ഞാൻ ചോദിച്ചു, നീ എത്ര കൊല്ലം ഈ ഖബറിന്റെ ചാര വന്നിട്ട്? ഉസ്താദേ, ഏകദേശം 8 കൊല്ലമായി ഞാൻ എന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാര വന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അവസാന ചങ്ങാതി ഇങ്ങനെ കൈ ചൂണ്ടിട്ട് പറയാ, ഉസ്താദേ, ആ കാട് കാണുന്ന സ്ഥലത്താണ് എന്റെ ഉപ്പയുടെ ഖബർ, നമുക്ക് ഇവിടെ ഒന്ന് ദുആ ചെയ്താൽ മതി, അങ്ങോട്ട് പോകണ്ടേ എന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാ, നമ്മളെ നോക്കിയതാ ഉമ്മയാ, നമ്മളെ നോക്കിയതാ ഉപ്പയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ ചാരെ പോയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഖബറിന്റെ ചാരെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയി നിന്ന് ഒറ്റയ്ക്ക് നിന്നൊന്ന് സിയാറത്ത് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടി വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഉസ്മാൻ തങ്ങളുടെ 2ാമത്തെ ഗുണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഏതാ? ബക്കറ്റിൽ പൈസ ഇട്ടോ, ബക്കറ്റിൽ പൈസ ഇട്ടോ, ബക്കറ്റിൽ പൈസ ഇട്ടവരാണോ? എന്നാ കേട്ടോ, സ്വർഗത്തിൽ കടക്കാനുള്ള 3ാമത്തെ കാരണം ഉസ്മാൻ തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള 3ാമത്തെ കാരണം എന്താണ്? ഉസ്മാൻ തങ്ങളുടെ 3ാമത്തെ സ്വഭാവം എന്താണ്? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറഞ്ഞു കൊടുക്കുകയാ. ഉസ്മാൻ തങ്ങളെന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ്, ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ്. ഉസ്മാൻ തങ്ങളെന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ്. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും കൊടുക്കുമായിരുന്നു. ഉസ്മാൻ തങ്ങള് ദീനിനു വേണ്ടി എന്ത് ചോദിച്ചാലും കൊടുക്കുമായിരുന്നു. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് സഹാബത്തിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ ഉസ്മാൻ തങ്ങൾ എണ്ണീച്ചു നിന്നുകൊണ്ട് പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തരാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്ത് കൊടുക്കാനും എന്റെ പ്രിയമുള്ളവര് ഉസ്മാൻ തങ്ങൾ കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവര് മദീനത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് എണ്ണീച്ചു നിൽക്കുകയാണ്. എന്തിനെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ 2 കൈയും നീട്ടുകയാണ്. സഹാബാ, യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമ്പത്ത് വേണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ സഹാബത്തതാ ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഓടി വന്നുകൊണ്ട് നബി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 100 ഒട്ടകൻ നബിയേ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങള് ദുആ ചെയ്യുകയാ, ഉസ്മാന്റെ സമ്പത്തിൽ അല്ലാഹ് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ദുആ ചെയ്യുമ്പോ, ഉസ്മാൻ തങ്ങൾ ആവേശത്തോടെ എന്റെ പ്രിയമുള്ളവര് വീണ്ടും അതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്,
100 ഒട്ടകങ്ങള് ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാണ്. ഉസ്മാന്റെ സമ്മത്തിൽ അല്ലാഹ് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് മൂന്നാമത് റസൂലുള്ള വീണ്ടും അതാ കൈ നീട്ടുമ്പോ ഉസ്മാൻ തങ്ങൾ ചാടി എണ്ണീച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ നബിയേ 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 300 ഒട്ടകങ്ങളാ, 300 ഒട്ടകങ്ങളാ. അല്ലാഹുവേ, സഹാബത്തതാ പറയുകയാണ്, റസൂലുള്ള വീണ്ടും അതാ കൈ നീട്ടിയാൽ ഉസ്മാന്റെ സമ്പത്ത് മുഴുവനും ഉണ്ടല്ലോ ദീനുൽ ഇസ്ലാമിന് കൊടുക്കുന്നതാണ്. ഇവിടെ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അതിലേക്ക് സമ്പത്തിട്ടവരെ ഈ മനോഹരമാകുന്ന കളത്തൂർ ജാറത്തിന്റെ കീഴിൽ എന്റെ പ്രിയമുള്ളവര് വലിയൊരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുന്നുണ്ടല്ലോ. ആ കെട്ടിടത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വർണം കൊടുത്ത പെങ്ങളെ, മാല കൊടുത്ത പെങ്ങളെ, അല്ലാഹുവേ അല്ലാഹുവേ, കയ്യിൽ കിടക്കുന്ന മോതിരം ഊരിക്കൊടുത്ത പെങ്ങളെ, ചെയിനുകൾ ഊരിക്കൊടുത്ത പെങ്ങളെ, കയ്യിലുള്ള മുഴുവൻ സദഖകൾ കൊടുത്ത ചെറുപ്പക്കാരാ, എടാ ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം എന്തെന്നറിയോ? ദീനിനു വേണ്ടി കൊടുത്തത് കൊണ്ടാണ്, ദീനിനു വേണ്ടി കൊടുത്തത് കൊണ്ടാണ്. എന്ത് ചോദിച്ചാൽ ഉസ്മാൻ തങ്ങൾ ദീനിനു വേണ്ടി കൊടുക്കും. നമ്മളൊന്ന് ആലോചിച്ചേ, ഈ വഅ്ള് കേൾക്കാൻ വരുന്നതിൽ 2 വിഭാഗം ഉണ്ടാവും. വഅ്ള് കേൾക്കാൻ വരുന്നതിൽ 2 വിഭാഗം ഉണ്ടാവും. ഒന്ന് വഅ്ള് മുഴുവനും കേൾക്കുന്ന ആളുകൾ, വഅ്ള് മുഴുവനും കേൾക്കുന്ന ആളുകൾ. 2 ഏതെന്നറിയോ? ബക്കറ്റിന്റെ ബായ കൊണ്ട് പറഞ്ഞാൽ മതി, ചില ആളുകൾ എണ്ണീച്ചോടും. ബക്കറ്റിന്റെ ബായ് എന്ന് കണ്ടാൽ മതി. ഉസ്താദ് ബായ് എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദ് വേറെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ബായ് എന്ന് പറയുമ്പോൾ ചങ്ങാതി ബക്കറ്റ് എടുക്കാൻ തുടങ്ങി ചില ആളുകൾ തോടിപ്പോവും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഒരാള് നിന്റെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുമ്പോ, നമ്മളിങ്ങനെ പോക്കറ്റിൽ കൈയിടുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഈ തലയുടെ മുകൾ ഭാഗത്ത് ഒരു ഇബ്ലീസ് ഉണ്ടാകും, ഒരു മലക്കുണ്ടാകുന്ന. നമ്മുടെ നെറ്റിയുടെ തൊട്ടു മുകളിലായിട്ട് നമ്മുടെ ഈ തലയുടെ ഭാഗത്ത് ഒരു മലക്കുണ്ടാകും, ഒരു ഇബ്ലീസ് ഉണ്ടാകും. നീ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടാൻ പോകുമ്പോ മലക്ക് പറയും, എടാ ചെങ്ങാതി നീ കൊടുത്തോ, നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ. ആ സമയത്തായിരിക്കും ഇബ്ലീസ് പറയടാ ചെങ്ങാതി വെറുതെയാ അത് അവന്മാർക്ക് എന്തോ വെറുതെ പൈസ പുട്ടടിക്കാനുള്ള പരിപാടിയാ, അത് കൊടുക്കണ്ടെന്ന് ഇബ്ലീസ് പറയും. നമ്മുടെ ശരീരത്തിൽ മലക്കിന്റെ സാന്നിധ്യമാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഈ ജുമഅക്ക് ചില ആളുകൾ ജുമഅക്ക് ചെല്ലണം എന്തിനാണെന്നറിയോ? എന്തിനാ? നിസ്കരിക്കാനൊന്നുമല്ല, ചില്ലറ മാറാനാണ് ചില ആളുകൾ പള്ളിയിൽ പോണത്. ചില ആളുകൾ ചില്ലറ മാറാനാ ജുമഅക്ക് പോണത്. ബക്കറ്റ് ഇങ്ങനെ വരുമ്പോ ചില ചങ്ങാതിമാര് 2000 എടുത്തിട്ട് എന്ത് ചെയ്യും? ഇടും. എന്നിട്ട് ബാക്കി 1990 രൂപ തിരിച്ചെടുക്കും, 10 രൂപ അങ്ങോട്ട് ഇടും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വതക്ക കൊടുത്താൽ അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ഗുണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ 2 പേര് തങ്ങളുടെ കയ്യിൽ വന്നിട്ട് എന്ത് സ്വർണം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർണത്തിന് വിലയാ, അതിനെക്കാട്ട് വിലയാണ് എന്തിന്? സ്വർഗത്തിന്. അല്ലെ, ചില ആളുകളൊക്കെ ഉണ്ട് വീടിന്റെ ഉള്ളറയില് ഒരു പെണ്ണ് എന്തായാലും 20-25 പവൻ ഇട്ടോണ്ട് നടക്കില്ല. വീടിന്റെ ഉള്ളറയിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക സ്വത്തുക്കളും സ്വർണങ്ങളും ഒക്കെ. നമ്മുടെ പള്ളിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാലോ ഒന്നുമില്ല, പട്ടിണിയാ, ദാരിദ്ര്യ. ചില സ്ഥലത്ത് നമ്മൾ ഈ പിരിവിന് ചെല്ലണ സമയത്ത്, ഇപ്പൊ ഞാനും പഠിക്കണ സമയത്ത്, ഞാൻ കാസർഗോഡ് വരെ കുറ്റം പറയില്ല കേട്ടോ, ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത്, ഇവിടെ ഈ നാട്ടിലല്ല, പഠിക്കണ സമയത്ത് ദറസിന്റെ ഒരു പിരിവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു സ്ഥലത്ത് വന്നു കാസർഗോഡ്. ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ കയറി ചെല്ല, അന്ന് മുത്തല്ലിമ, അന്ന് ബന്ധങ്ങളില്ല, പരിചയമൊന്നുമില്ല. അന്ന് ഓരോ വീടിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ കൈ നീട്ടിയാലേ ദറസിനുള്ള എന്തെങ്കിലും പൈസ കിട്ടു. അങ്ങനെ ഒരു വീടിന്റെ മുമ്പിൽ ചെന്നപ്പോ അവിടെ ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്, വേറെ 2-3 കാറും ബൈക്കൊക്കെ ഈക്കലുണ്ട്. അവിടെ ചെന്ന് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ചെങ്ങാതി അതിന്റെ അകത്തോട്ട് കയറി ഓടിപ്പോണത് നമ്മൾ കണ്ട്. ഒരു താത്ത പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, ഉസ്താദ് ഇവിടെ ആരും ഇല്ല. നമ്മൾ മിണ്ടിയില്ല. ആ താത്ത നേരെ ഇറങ്ങി വന്നിട്ട് ഒരു 10 രൂപ എന്ത് ചെയ്ത് നമ്മുടെ കയ്യിൽ എടുത്തെന്ന്. 10 രൂപ നമ്മുടെ എടുത്തെന്ന്. അപ്പൊ അന്ന് എന്റെ കൂടെ ഒരു ചങ്ങാതി ഉണ്ട്. ആ ചങ്ങാതി നേരെ എന്ത് ചെയ്തു? ഓന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇത്ത ചായ മേടിച്ച് കുടിച്ചോ എന്ന് പറഞ്ഞു. കാരണം ചില ആളുകളുടെ ദാരിദ്ര്യത്തിന്റെ കണക്ക് പറയണത് കേട്ടാൽ നമുക്ക് തന്നെ സങ്കടം വന്നു, അല്ലേ? ഇപ്പൊ ഞാൻ ജോലി ചെയ്യണം പള്ളിയിൽ, 1.5 കോടി രൂപ വേണം അവിടെ ഖബർസ്ഥാന് സ്ഥലം എടുക്കാനായിട്ട്. 1.5 കോടി രൂപ
ഖബർസ്ഥാൻ എടുക്കാൻ വേണം. റോഡ് സൈഡാണ് പള്ളി, സ്ഥലത്തിന് ഭയങ്കര വിലയാ. ആകെ ഒരു 18 സെന്റ് സ്ഥലം എടുക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. ആ നാട്ടിലെ 2 പേര് വിചാരിച്ചാൽ മതി 1.5 കോടി രൂപ പുഷ്പം പോലെ കിട്ടും. തരൂല. നമ്മൾ ഇപ്പൊ ഞാൻ പള്ളി ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞു പിരിവുകാരൻ വരുന്നുണ്ടെന്നാ. കാരണം ജുമാക്ക് എന്നാലും പിരിവ്, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നാലും പിരിവ്, മൊത്തം പിരിവ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരത് സ്വർഗത്തിലേക്കുള്ള കടമ്പയാണെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ചില ആളുകളുണ്ട്, ഉമ്മായി ഉപ്പാക്ക മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പള്ളിക്ക് എന്തെങ്കിലും ഒരു സ്വതക്കയെന്ന് പറഞ്ഞ് ചെന്ന് കൊടുക്കും. നല്ലതാ, വെറുതെ പറയണേ, നല്ലതാ. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും സ്വതക്കയാണ്, ഇതുപോലെ പള്ളിക്കും കൊടുക്കുന്ന സ്വതക്കയാണ്. പക്ഷേ ഈ പള്ളികൾക്കൊക്കെ സ്വതക്ക കൊടുക്കുമ്പോ അതെന്ന് നിലനിൽക്കും. കാരണം എന്തേ? ചില ആളുകളുണ്ട് പള്ളിയിൽ 1ാമത്തെ സഫ് എന്റെ ഉമ്മയുടെ പേരിൽ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് ചില ആളുകൾ എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലേ, ബിൽഡിംഗ് 55 ലക്ഷം രൂപ വേണം. ഈ 55 ലക്ഷം രൂപയിൽ നിങ്ങൾ 1 രൂപ കൊടുത്താലും ലക്ഷങ്ങൾ കൊടുത്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഒരു പ്രതിഫലം എന്നും നിനക്കുണ്ടാകും. ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ പ്രവർത്തനം നടന്നാലും എന്തൊക്കെ നന്മകൾ നടന്നാലും അതിന്റെ ഒരു പ്രതിഫലം നമുക്കുണ്ടാകൂലേ? അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇപ്പൊ ഈ ജാറത്തിൽ നിങ്ങൾ കൊടുക്കണ ഓരോ തുട്ടുകളും ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ എടുക്കണത്. അതിന്റെ ഒക്കെ കൂടി നിങ്ങൾക്ക് കിട്ടൂലേ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന്റെ പരിപൂർണമാകുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ 4ാമത്തെ ഗുണം അത് സ്വതക്കയാണ് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങളുടെ കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഭരണം വന്നു. ഇപ്പോ ഞാനിവിടെ കടന്നു വന്ന സമയത്ത് തങ്ങൾ പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിനെ 2ആയിട്ട് തിരിക്കണം ചില ആളുകൾ കടന്നു വന്നിട്ടുണ്ടെന്ന്. അല്ലേ? നമ്മുടെ നാടിനെ 2ആയി തിരിക്കണം ചില, അത് എല്ലായിടത്തും ഉണ്ടാവും. ചില അഡ്രസ് ഇല്ലാത്ത കത്ത് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഞാന് എറണാകുളത്ത് ജോലി ചെയ്യണ സമയത്ത് ഈ ഹൈവേ സൈഡിലുള്ള എല്ലാ പള്ളികളുടെയും പ്രശ്നമാണ്. പാട്ട പൊട്ടിക്കും അഡ്രസ് ഇല്ലാത്ത റൂമൊക്കത്തുണ്ടാവും. ഒന്നെങ്കിൽ ഉസ്താദിന്റെ വാപ്പാക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഉസ്താദിന്റെ വല്യാപ്പാക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർക്കെതിരെ എന്തെങ്കിലും എഴുതിയിട്ട് ചില അഡ്രസ് ഇല്ലാത്ത ചില ചങ്ങാതിമാര് എല്ലാ കാലത്തും ഉണ്ടാവും. ഞാൻ എന്നിട്ട് കിട്ടുന്ന കത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ചെടുത്ത് വെക്കുമായിരുന്നു, ഒരേ അക്ഷരമാണെന്ന് നോക്കാൻ വേണ്ടിട്ട്. ചില ഞരമ്പ് രോഗികൾ അങ്ങനെയാ, ഓർക്കൊന്നും അഡ്രസ് വെക്കാൻ പേടിയാ കേട്ടോ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് 6 കൊല്ലം ഒരു കുഴപ്പമില്ല. 6 കൊല്ലം ഒരു കുഴപ്പമില്ല. തങ്ങളിപ്പോൾ 6 കൊല്ലം 6 കൊല്ലം ഒരു കുഴപ്പമില്ല. 6ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവർ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ ഉസ്മാൻ തങ്ങൾക്കെതിരെ വരാൻ തുടങ്ങി. ഉസ്മാൻ തങ്ങൾക്കെതിരെ ചില പൊട്ടലും ചീറ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ തങ്ങളെ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ തമാശക്ക് ചോദിച്ചാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൂടെ അനുഗ്രഹിക്കട്ടെ. 6 കൊല്ലം കഴിഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾക്കെതിരെ ആരോപണം വന്നു തുടങ്ങി. എന്തേ? ഉസ്മാൻ തങ്ങളുടെ കുടുംബക്കാരെയാണ് ഉസ്മാൻ തങ്ങൾ മുഴുവനും ഭരണത്തിൽ കയറ്റിയിരിക്കുന്നത്. ഉസ്മാൻ തങ്ങൾക്കെതിരെ അഴിമതി ആരോപണം അവിടുത്തെ ചില അല്പന്മാരായ ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അല്ലെ? ഒരു ചൊല്ലുണ്ട്, പള്ളിയിലെ മിഹ്റാബ് മാറിയാൽ പുതിയ ഉസ്താദ് എന്നൊരു ചൊല്ലുണ്ട്. പള്ളിയിലെ മിഹ്റാബ് മാറിയാൽ പുതിയ ഉസ്താദ്. പള്ളി ഒരു പഴയ പള്ളിയാണെങ്കിൽ അവിടെ ഒരു പഴയ ഉസ്താദായിരിക്കും. ആ പള്ളിയിൽ മിഹ്റാബ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, പുതിയ പള്ളി അങ്ങോട്ട് പണിത് കഴിഞ്ഞാൽ പിന്നെന്താ? ആ ഉസ്താദെ നമുക്കൊന്ന് മാറ്റാം. പള്ളി എന്തേലും മാറി, ഈ ഉസ്താദിനെ മാറ്റാൻ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ 6 കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഭരിച്ചു. 6ാമത്തെ കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ഇളകാൻ തുടങ്ങി. മറ്റേ നാടിന് അഡ്രസ് ഇല്ലാത്ത കത്തെഴുതിയതുപോലെ ചില ആളുകൾ ഉസ്മാൻ തങ്ങൾക്കെതിരെ അഡ്രസ് ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. ഉസ്മാൻ തങ്ങളുടെ ചെവിയിൽ എന്റെ പ്രിയമുള്ളവരെ ഇതിങ്ങനെ എത്തുകയാണ്. ഉസ്മാൻ തങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ ആരോപണങ്ങൾ കടന്നു വരികയാണ്. ഉസ്മാൻ തങ്ങൾ തളരും. അവിടെ എന്റെ പ്രിയമുള്ളവരെ അഡ്രസ് ഇല്ലാതെ ഫിത്ന ഉണ്ടാക്കാൻ നടന്ന ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ തങ്ങൾക്കെതിരെയതോ ശബ്ദിക്കുകയോ. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല, ഉസ്മാൻ തങ്ങൾ കരയുന്നില്ല. ഉസ്മാൻ തങ്ങളതോ വീടിന്റെ അകത്ത് എന്റെ പ്രിയമുള്ളവരെ ഇരിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ വീടതോ വളയുകയോ. ഉസ്മാൻ തങ്ങളുടെ വീട് എന്റെ പ്രിയമുള്ളവരെ ശത്രുക്കൾ വന്നിട്ട് വളയുകയാണ്. എന്നിട്ടതോ ഉസ്മാൻ തങ്ങളോട് പറയുകയാണ്, ഉസ്മാനേ
നിങ്ങളതാ രാജിവെക്കണമെന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ അനങ്ങുന്നില്ല. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പതറാതെ വീടിന്റെ അകത്തിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പുറത്തേക്ക് ഇറങ്ങാൻ ഉസ്മാൻ തങ്ങളെ അതോ സമ്മതിക്കുന്നില്ല.